ഓക്കെ, ഞാനത് ഓക്കെ ആക്കിയിട്ട് അതുപോലെ കീപ്പ് ചെയ്തിട്ട് വരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം ഈ പറയുന്ന സാധനമാണ് ലോക്കൽ ആക്സിസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ. ഓക്കെ, ഇനി ഇത് നമുക്ക് എക്സ്റേ മോഡിലോട്ട് പോകാം. എക്സ്റേ മോഡ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓൾട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് Z പ്രസ് ചെയ്താൽ എക്സ്റേ മോഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ഇൻസൈഡിലൂടെ നമുക്ക് ആ ഒരു ലോക്കൽ ആക്സിസ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ കാണത്തില്ല. കണ്ടോ, വെളിയിലൂടെ തള്ളി നിൽക്കുന്ന ആകെ ഒരു പോർഷൻ ആൽഫബറ്റ് മാത്രമാണ്, Z, Y, X മാത്രം. സോ ഓൾട്ട് ഹോൾഡ് ചെയ്ത് Z പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിസ് വ്യക്തമായിട്ട് ഇതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ ഈ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കിവിടെ എക്സ്റേ മോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. എക്സ്റേ മോഡ് ഓപ്പൺ ആക്കാനായിട്ട് ഞാനിപ്പോൾ ചെയ്തത് ഓൾട്ട് പ്ലസ് Z ആണ്. അപ്പോൾ അതുവഴി നമുക്ക് ആക്സിസ് കാണാൻ പറ്റും. ഇനിയും ഞാൻ G പ്രസ് ചെയ്യുകയാണ്. G പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്യുമ്പം പല സൈഡിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ Z പ്രസ് ചെയ്താൽ കണ്ടോ, Z മാത്രം മൂവ് ആവും. ഓക്കെ, Z മാത്രം. G പ്രസ് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു, എല്ലാ ഡയറക്ഷനിലും മൂവ് ആവുന്നു. Z പ്രസ് ചെയ്താൽ Z മാത്രം മൂവ് ആവുന്നു. X പ്രസ് ചെയ്താൽ X മാത്രം മൂവ് ആവുന്നു. കണ്ടോ, Y പ്രസ് ചെയ്താൽ Y മാത്രം മൂവ് ആവുന്നു. മൂവ് ചെയ്യുന്ന കണ്ടോ. ഓക്കെ, സോ ഇത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഒബ്ജക്റ്റിൻ്റെ ആക്സിസിലാണ് മൂവ് ചെയ്യുന്നത്. വേൾഡ് ആക്സിസും ഒബ്ജക്റ്റ് ആക്സിസും ഒരുപോലെ ഇരിക്കുന്നവരാണ് വേൾഡിൽ മൂവ് ചെയ്യുന്നുള്ള തോന്നുന്നത്. പക്ഷേ ഒബ്ജക്റ്റിൻ്റെ ആക്സിസിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, R ഒന്ന് പ്രസ് ചെയ്ത് വിട്ടു. എന്നിട്ട് ഞാനൊന്ന് G പ്രസ് ചെയ്യുന്നു. എന്നിട്ട് X എന്ന് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോണം, Y പ്രസ് ചെയ്യുമ്പോൾ, Z പ്രസ് ചെയ്യുമ്പോൾ ഞാൻ G പ്രസ് ചെയ്ത് മൂവ് ചെയ്യുന്നു. Z പ്രസ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിൽ പോകുന്നു. വീണ്ടും Z പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇപ്പോൾ ഈ ചരിഞ്ഞ് നിൽക്കുന്ന പോർഷൻ കാണുന്നുണ്ടല്ലോ, ഈ സിലിണ്ടർ ഇപ്പോൾ ചരിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ, ടിൽറ്റഡ് ആണ്. അപ്പോൾ വേൾഡിൻ്റെ ആക്സിസ് അങ്ങനെ പോകുന്നു. ഞാനിപ്പോൾ G പ്രസ് ചെയ്തിട്ട് Z പ്രസ് ചെയ്താലുണ്ടോ, വേൾഡിൻ്റെ Z ആക്സിസിലാണ് പോകുന്നത്. വേൾഡ് ആക്സിസിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേൾഡ് ആക്സിസ് Z-ൽ. ഇനി X പ്രസ് ചെയ്താൽ വേൾഡ് ആക്സിസ് X-ലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി Y പ്രസ് ചെയ്താൽ വേൾഡ് ആക്സിസ് Y-ലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ആക്സിസ് കണ്ടോ, Z ആക്സിസ് ഇങ്ങോട്ടും, ഒബ്ജക്റ്റിൻ്റെ Z ആക്സിസ് ടിൽറ്റഡ് ആണ്, ഒബ്ജക്റ്റിൻ്റെ X ആക്സിസ് ടിൽറ്റഡ് ആണ്, ഒബ്ജക്റ്റിൻ്റെ Y ആക്സിസും ടിൽറ്റഡ് ആണ്. ഇനിയും ഞാൻ Z ആക്സിസിൽ മൂവ് ചെയ്യാൻ പോവാണ്. മൂവ് ചെയ്യുന്നു, Z ആക്സിസ് പ്രസ് ചെയ്ത് Z ആക്സിസിൽ മൂവ് ചെയ്യുന്നു. Z ആക്സിസിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു വട്ടം കൂടി Z പ്രസ് ചെയ്താൽ it will go in the selected object's axis. ആ ഒബ്ജക്റ്റിൻ്റെ Z ആക്സിസിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇനിയും X-ലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് X ക്ലിക്ക് ചെയ്യുമ്പോൾ വേൾഡിൻ്റെ X ആക്സിസിൽ മൂവ് ചെയ്യും. സെക്കൻഡ് ടൈം വീണ്ടും ഞാൻ X പ്രസ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ X ആക്സിസിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇനി Y പ്രസ് ചെയ്യുമ്പം വേൾഡിൻ്റെ Y ആക്സിസിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് വീണ്ടും Y പ്രസ് ചെയ്താൽ Yയുടെ ചേഞ്ച് വന്നിട്ടില്ല ഇതുവരെ. കാരണം വേൾഡിൻ്റെ Y ആക്സിസും ഒബ്ജക്റ്റിൻ്റെ Y ആക്സിസും സിമിലർ ആണ്, സെയിം ആണ് ഡയറക്ഷൻ. സോ അതുകൊണ്ട് നമുക്കവിടെ വലിയ ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, സോ അതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ആക്സിസ് എന്താണെന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്കിപ്പം കാര്യങ്ങൾ കുറച്ച് പിടികിട്ടിയല്ലോ. വേൾഡ് ആക്സിസ് എന്താണ്, ലോക്കൽ ആക്സിസ് എന്താണ്, അതിനെക്കുറിച്ചായിരുന്നു നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, കമൻസിൽ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇടുക. വീണ്ടും നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ ഗൈസ്.